ഹായ് എവരിവൺ, ടി.പി. രാജീവൻ എഴുതിയിട്ടുള്ള മത്സ്യം എന്നൊരു കവിതയാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചെറിയ കവിതയാണിത്. ഒരു മത്സ്യത്തിൻ്റെ അതിജീവനത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യ സ്വാതന്ത്ര്യത്തെയും പറ്റി പറയുന്ന ഒരു കവിതയാണിത്. കവിതയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കവിതയിലേക്ക് കടക്കാം. മണൽത്തരിയോളം പോന്നൊരു മത്സ്യം കടൽ തിരയോട് ഒറ്റയ്ക്ക് പൊറുതി നിന്നു. മണൽത്തരിയുടെ അത്രയും വലിപ്പം വരുന്ന മത്സ്യം കടൽ തിരയോട് ഒറ്റയ്ക്ക് പൊറുതി നിന്നു. വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ, ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങളും അടിയിൽ. കടലിൽ വേലിയേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മത്സ്യങ്ങൾ ആ വേലിയേറ്റങ്ങളുടെ മുകളിൽ കൂടെ കടന്നുപോയി രക്ഷപ്പെടുന്നു. വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല. ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനെപ്പോലെ വളയാനും വായ്ത്തലകൾക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല. ഇവിടെ മത്സ്യങ്ങളെ പിടിക്കാനുള്ള വസ്തുക്കളെയാണ് പറയുന്നത്. അതായത് ചൂണ്ട, വലക്കണികൾ, വായ്ത്തലകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ വായ്ത്തലകൾ എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള ആയുധങ്ങൾ, അതിനെയാണ് പറയുന്നത്. കത്തി പോലുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെയാണ് പറയുന്നത്. ഈ വലക്കണികൾ കൊണ്ട് അവനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ആ വലക്കണികളേക്കാൾ ചെറുതായി അതിൽ നിന്നും രക്ഷപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ചൂണ്ടയിടുമ്പോഴും അവൻ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. വായ്ത്തലകൾ കൊണ്ട് അവനെ പിടിക്കാൻ നോക്കുമ്പോൾ അവൻ അതിലും വേഗത്തിൽ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ലൈനിൽ മത്സ്യത്തെ പറ്റി മാത്രമല്ല പറയുന്നത്, ഇന്നത്തെ തലമുറയിലെ മനുഷ്യരെയും പറ്റി പറയുന്നു. വലക്കണ്ണികൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ്. അനാവശ്യമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഓരോ അപകടങ്ങളിലേക്കും പോയിട്ട് പെടാറുണ്ട്. അതിനെയും പറ്റിയാണ് ഈ ഒരു വരിയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അവനെ പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല. നക്ഷത്രങ്ങളും അവതാരങ്ങളും അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഈ ഒരു മത്സ്യത്തിന് പരുന്തുകൾക്കൊന്നും പിടിക്കാനായിട്ട് സാധിച്ചില്ല. ഇവിടെ ഉപ്പുവയലുകൾക്ക് എന്ന് പറയണല്ലോ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മീനിനെ പിടിച്ചിട്ട് നമ്മൾ ഉപ്പുമീനൊക്കെ ഉണ്ടാക്കില്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിനും ഈ മീനിനെ പിടിച്ചിട്ട് അതിനും സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മത്സ്യത്തിനെ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല. അതായത് മത്സ്യത്തെ ഐസിൽ വെച്ചിട്ട് നമ്മൾ തണുപ്പിക്കില്ലേ, നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് മത്സ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഐസിലിട്ട് വെച്ചിട്ട് പിന്നീടാണല്ലോ നമ്മളത് എടുക്കുക. അതിനും ഈ മത്സ്യത്തെ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. നക്ഷത്രങ്ങളും അവതാരങ്ങളും എന്ന് പറയുന്നത് മതത്തിൻ്റെ സൂചനയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ പെടാതെ രക്ഷപ്പെട്ടു പോകുന്നു, അതാണ് ഈ ഒരു വരിയിൽ പറയുന്നത്. അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല, ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല, ഒരു ചന്തയിലും നാണം കിട്ടില്ല. ഈ വരിയിലൊക്കെ പറയുന്നത് നമ്മളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. കഥ, കണ്ണാടി, ചന്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ മത്സ്യത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒരു കഥയിലും ആയില്ല. പിന്നെ നമ്മൾ ഈ മത്സ്യത്തെ ചന്തയിൽ കൊണ്ടിട്ട് വിൽക്കുമല്ലോ, അങ്ങനെ ചന്തയിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നില്ല, കാരണം അതിനെ പിടിക്കാൻ പോലും പറ്റിയില്ല. അടുത്ത വരി നോക്കാം. കടലിൻ്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട് പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സൂചിപ്പൊട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും കീറി മുറിച്ച് കൊണ്ടുപോകുന്നതെന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ഒരു മത്സ്യത്തിനെ പിടിക്കാൻ വരുമ്പോൾ ഈ മത്സ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു വരുന്നത് അറിയാതെ മുന്നിലെ തടസ്സങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകുന്ന മത്സ്യത്തിൻ്റെ പുറകിൽ തൻ്റെ ആവാസ വ്യവസ്ഥയെ കടൽ വരുന്നു. അതായത് മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും ആ ഒരു മത്സ്യം അതിജീവിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മനുഷ്യരും ചെയ്യേണ്ടത്. മുന്നിൽ നമുക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും നമ്മൾ മുന്നോട്ട് തന്നെ അതിനെ അതിജീവിച്ച് വരിക, അതാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കവിത. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.